منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى. പിടിമണ്ണ് വാരി വെക്കുമ്പോ നിബിതങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞ താടിരോമത്തിലൂടെ കണ്ണുനീര് ഖദീജ ബീവി എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കഫം തുണി പോലും നനയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കരയുകയാണ്. ജനാസ ഖബറടക്കി നിബിതങ്ങൾ പിന്നെ ഒരുപാട് വിവാഹം കഴിച്ചു. അല്ലാഹുവിന്റെ റസൂൽ 63 വയസ്സ് വരെ ജീവിച്ചു. പെണ്ണേ, നിബിതങ്ങൾ ഖദീജാനെ മറന്നില്ല. ഒരു നല്ല ഭക്ഷണം കൊണ്ട് വന്നു കൊടുത്താൽ, ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം നിബിതങ്ങൾക്ക് വന്നു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂല് ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു, ഭാര്യയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. മരിച്ച ഭാര്യയോട് നിബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്തു പറഞ്ഞാലും നിബിതങ്ങൾ പറയും ഖദീജ ഖദീജ ഖദീജ. മറ്റുള്ള ഭാര്യമാരോട് പറയും എന്റെ ഖദീജ അങ്ങനെയായിരുന്നു, നിന്നെ പോലെയൊന്നുമായിരുന്നില്ല. നിബിതങ്ങളുടെ നാവിൽ എപ്പോഴും ഖദീജയാണ്. ജീവിച്ചിരുന്നപ്പോഴല്ല, മരിച്ചതിന് ശേഷമാണ് പറയുന്നത്. നിബിതങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ആയിഷ ബീവിക്ക് സഹിച്ചില്ല. ആയിഷ ബീവിക്ക് ദേഷ്യമായി. അവിടെന്ന് ചോദിച്ചു, നബിയെ, എപ്പോ നോക്കിയാലും ഖദീജ 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 ഖദീജ, വേറെ ഭാര്യമാരൊന്നുമില്ലേ? ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്? അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞു. പെങ്ങള്, നിബിതങ്ങള് കരഞ്ഞടോ. എന്തിനാണ് കരഞ്ഞതെന്നറിയുമോ? തന്റെ ഖദീജയെ കിളവി എന്ന് വിളിച്ചപ്പോ, തന്റെ ഖദീജാനെ കിളവി എന്ന് പറഞ്ഞപ്പോ നിബിതങ്ങളുടെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീയൊന്നും എന്റെ ഖദീജയെ പോലെയാകില്ല. ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്, ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്നേഹമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടത്. അതുകൊണ്ട് പറയുകയാ, നീ മരണപ്പെട്ട നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. എന്റെ ഇക്കയാരാണെന്നറിയോ? 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനാ. ഏതോ പാതിരാത്രി വന്ന് കിടന്നുറങ്ങിയാൽ സുബഹി നിസ്കരിക്കാൻ എഴുന്നേക്കുന്ന ഭർത്താവാ. പറയുമ്പോ ഭാര്യയ്ക്ക് വല്ലാത്ത ഒരു മനസ്സുണ്ടാകണം, വല്ലാത്ത ഒരു ധൈര്യത്തോടെ ഇക്കാ 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 എന്ന് പറയാ 100 നാവ് വേണം മക്കളെ. അതുകൊണ്ട് നീ നിന്റെ ഭാര്യയെ കുറിച്ച് നല്ലത് പറയിപ്പിക്ക്, നീ നല്ലവനായി ജീവിക്ക്, എങ്കിലും നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയും. ഉമ്മാ, ഭർത്താവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കും. ഉമ്മാ, എന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യയുടെ ദുആയുടെ പുറത്താ ഞാൻ നടക്കുന്നത്. എനിക്ക് ദുആ ചെയ്യാൻ എന്റെ ഭാര്യയുണ്ടല്ലോ. ഒരു ഭർത്താവ് പറയണം, എനിക്കൊന്നും വരില്ല, എനിക്ക് എന്ത് രോഗമാണെങ്കിലും മാറും. കാരണം നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയാന്, എനിക്ക് ദുആ ചെയ്യാൻ എന്റെ ഭാര്യയുണ്ടല്ലോ. അവള് മതി എനിക്ക് ദുആ ചെയ്യാൻ. ഭാര്യയെ കുറിച്ച് പറയുമ്പോ ഭർത്താവിന് വല്ലാത്ത ഈമാനാകണം പെങ്ങള്. അങ്ങനെ പറയണമെങ്കിൽ റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിന വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. നീ ദുആ ചെയ്യണം, നീ ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ ഭാര്യയെ നന്നാക്കണം, എന്റെ ഭർത്താവിനെ നന്നാക്കണം, എന്റെ മക്കളെ നന്നാക്കണം, എനിക്ക് കണ്ണിന് കുളിർമയുള്ളവരാക്കണം. എന്നിട്ട് പറയണം, അല്ലാ എന്നെ നന്നാക്കണേ, അല്ലാ എന്നെ നന്നാക്കണേ, അല്ലാ. ഭാര്യ പറയണം, ഭർത്താവ് പറയണം, എന്നെ നന്നാക്കണം തമ്പുരാനെ. ലിൽ മുത്തഖീന ഇമാമാ, എന്നെ ഇമാമാക്കണമല്ലാ. പള്ളിയിലെ ഇമാമല്ല, എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും മാതൃകയാകുന്ന ഒരു നല്ല മനുഷ്യനാക്കി എന്നെ മാറ്റണേ അല്ലാ. നീ
നീ ദുആ ചെയ്യണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. അതുകൊണ്ട് നിന്നെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു കൂട്ടുകാരൻ, നീ മരണപ്പെട്ട നല്ലത് പറയുന്ന ഭാര്യ, നല്ലത് പറയുന്ന ഭർത്താവ്, ഇവരുടെ സാക്ഷി മതി നിനക്ക് രക്ഷപ്പെടാൻ. അല്ലാഹുവേ സ്വർഗം നൽകണേ അല്ലാ, സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. ഈമാൻ നൽകുമാറാകട്ടെ. സമയം 11:25. അൽഹംദുലില്ലാ. സമയം വിഷയം പറഞ്ഞു തീർക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് നാളെ വെള്ളിയാഴ്ചയാണ്, എനിക്ക് ജുമയ്ക്ക് പള്ളിയിലെത്തണം. നിങ്ങൾക്ക് സുബഹി, നമുക്കൊക്കെ സുബഹി നിസ്കരിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കൂടാം, ബാക്കി പറയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ഉസ്താദന്മാരുണ്ട്, മുദരിസീങ്ങളുണ്ട്, എന്നെക്കാലം അറിവുള്ളവരാ. നിങ്ങളിലധികം പേരും എന്നെക്കാളും പ്രായമുള്ളവരാ. ഞാനൊരു മുത്തഅല്ലിമ, എന്തെങ്കിലും എൻ്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. ദുആ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തരുമാറാകട്ടെ. ദുആ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. തങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദ് മദ്രസയുടെ വരുമാനമല്ലേ, മദ്രസ 300 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, 10 ഉസ്താദന്മാർ, ഒരു നിസ്കാര പള്ളിയുണ്ട്, വേറെ വരുമാനമൊന്നുമില്ല. തങ്ങൾ പറഞ്ഞപ്പോൾ കണ്ടോ, ഒരു ഗ്രൂപ്പിന്റെ കാര്യം, തനാസുർ എന്ന് പറയുന്ന റമളാനിൽ 2000 രൂപ വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പള്ളിയുടെ 2ാം നില ഇങ്ങനെ ആക്കിയെടുത്തത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ വലിയൊരു ആഗ്രഹം, ഇവിടെ ഒരു ഓഡിറ്റോറിയം പണിത് കഴിഞ്ഞാൽ ഒരു വരുമാനമാകുമല്ലോ. ഈ സ്ഥലത്തല്ലേ അതിന്റെ ഉദ്ഘാടനം നടന്നു, പൈസ ഒന്നുമില്ല, അതിന്റെ ഉദ്ഘാടനം നടന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു അത് ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും സഹോദര. നമ്മളെ കൊണ്ട് കഴിയുന്ന നമുക്ക് കൊടുക്കാൻ കഴിയണം. നമ്മൾ ചെറുതോ വലുതുമല്ല, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുക. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദഖകൾ നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നല്ല മരണം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്താ പരകൈയുള്ളവരുണ്ടോ? നല്ല മരണം വേണം. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നല്ല മരണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവെ പടച്ചവനെ കടങ്ങളൊക്കെ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ടിട്ട് മരിക്കണം. നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, ശരീരത്തിൽ സുഗന്ധമുണ്ടാകണം. ഈ 15 കാര്യം ലഭിക്കുമ്പോഴാണ് അതിന് നല്ല മരണം എന്ന് പറയുക. അതിനാണൊരു നല്ല മരണം എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടത് നല്ല മരണമാണ്. അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, എന്ത് ചെയ്തിട്ട്? എല്ലാവർക്കും വേണ്ടത് നല്ല മരണമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നല്ല മരണം വെറുതെ കിട്ടുമോ? നല്ല മരണം കിട്ടണമെങ്കിൽ ഒരു നന്മയെങ്കിലും ചെയ്യണ്ടേ? 1000 നന്മയൊന്നും ചെയ്യണ്ട, ഒരു നന്മയെങ്കിലും ചെയ്തവനല്ലേ അള്ളാഹു നല്ല മരണം കൊടുക്കൂ. എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മൾ ചെയ്ത നന്മ എന്താ? നമ്മൾ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്, നിസ്കരിക്കാറുണ്ട്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഇന്ന ആഴത്തേനെയും കുൽഹുവല്ലയും 4 പേര് കാണാനുണ്ടെങ്കിൽ വലിയ സൂറത്ത്. നമ്മൾ ചെയ്യുന്ന നോമ്പ് പിടിക്കാറുണ്ട്. എല്ലാവർക്കും അറിയാം നീ നോമ്പ് പിടിക്കുന്നത്, നീ തഹജ്ജുദ് നിസ്കരിക്കണം. നാട്ടുകാർക്ക് മൊത്തം അറിയാം, അള്ളാഹ്ക്ക് അറിയത്തില്ല. ഞാനും നിങ്ങളും ചെയ്ത ഏത് നന്മയാ അള്ളാഹുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്? പറയാൻ ധൈര്യമുണ്ടോ നമുക്ക്? നമുക്ക് പിന്നെ നല്ല മരണം വേണം. എന്ത് ചെയ്തിട്ടാ ഉപ്പ, എന്ത് ചെയ്തിട്ടാ ഉമ്മ? നീ ചെയ്ത ഒരു നന്മ പറ. എന്തെങ്കിലും ഒരു നന്മ ചെയ്യണ്ടേ? ഇന്ന് രാത്രി മരിച്ചാലും എപ്പോ അസ്റായിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാലും ഒരു നല്ല മരണം കിട്ടാൻ ഒരു നന്മയെങ്കിലും ചെയ്യണ്ടേ? അത് അള്ളാഹു അറിയണം, നാട്ടുകാരറിയണ്ട.
അല്ലാഹ് അറിയട്ടെ. അല്ലാഹ് അറിയുന്ന ഒരു നന്മ ചെയ്യ്, ഒരു രഹസ്യമായിട്ടുള്ള ഒരു നന്മ, അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ടൊരു നന്മ, എന്തെങ്കിലും ഒരു നന്മ ചെയ്തു വെച്ചാൽ അള്ളാഹു നമ്മളുടെ മരണസമയത്ത് നമ്മളോട് കരുണ കാണിക്കുമല്ലോ. അപ്പം മരണത്തിന്റെ വേദന വല്ലാത്തത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഈ പെണ്ണുങ്ങൾ പറയും, ഉസ്താദെ പ്രസവത്തിന് മരണവേദനയാണ്. ആരാ ഉമ്മ പറഞ്ഞേ? ആരാ ഉമ്മ പറഞ്ഞേ? എന്റെ പൊന്നാര പെങ്ങളെ, നീ പ്രസവിക്കുമ്പോ ഒരു ഡോക്ടറും 3 നേഴ്സും അല്ലേ നിന്റെ കയ്യും കാലും പിടിച്ചേ? എന്നാൽ ഒരാൾ റൂഹ് പിടിക്കുന്ന സമയം 70 മുതൽ 70,000 മലക്കുകൾ വരുമെന്ന് റൂഹ് പിടിക്കുമ്പോ. 70,000 മലക്കുകൾ ഒരു മനുഷ്യന്റെ കയ്യും കാലും പിടിച്ചു വെക്കുമ്പോഴാ റൂഹ് വലിച്ചു പറിക്കുന്നത്. അതെന്ത് മരണവാവപ്പ! കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന് വേദനയുണ്ടെന്ന് അള്ളയാ പറഞ്ഞത്. മരണത്തിന് വേദനയുണ്ടെന്ന്. എടോ, കോഴി അറുത്തിടുന്നത് കണ്ടിട്ടില്ലേ? കോഴിക്കടയിൽ പോകും, കോഴി അറുത്തിട്ടിങ്ങനെ തറയിലിടുമ്പോ കോഴി ചിറകിട്ടടിക്കും, കാലിട്ടടിക്കും, തലയിട്ടടിക്കും, തുള്ളി ചാടും. നമ്മളിങ്ങനെ രസിച്ചു നോക്കി നിൽക്കും. ഉളുഹിയ മൃഗത്തെ അറുത്തിടുമ്പോ അത് കിടന്ന് കയ്യും കാലും ഇട്ടടിക്കുന്നത് നമ്മളിങ്ങനെ നോക്കി നിൽക്കും. പക്ഷേ നീ ചിന്തിക്കുന്നുണ്ടോ, ഈ തലയിട്ടടിച്ചത്, ഈ കാലിട്ടടിച്ചത്, ഈ ചിറകിട്ടടിച്ചത് മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതുപോലെ ഒരു മരണം എന്നെ തേടി വരും, നിങ്ങളെ തേടി വരും. ആ മരണം നമ്മളെ തേടി വരുമല്ലോ. അള്ളയല്ലേ പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്ന്? ഖുർആനിൽ വിശ്വസിക്കുന്നവനല്ലേ നീ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിനൊരു രുചിയുണ്ട്, മരണത്തിനൊരു വേദനയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്താകുന്നതിന്റെ തലേ ദിവസം പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് ആയിഷയെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ടുവാ. ആയിഷ ബീവി എടുത്തുകൊണ്ട് കൊടുത്തപ്പോൾ നബി തങ്ങൾ കരഞ്ഞടോ. എന്തേ നബിയെ കരയുന്നേ? ആയിഷ, ഇതെന്റെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അള്ളാഹിനോട് ഞാൻ എന്തു പറയും ആയിഷ? അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സദക്ക കൊടുക്ക്, പാപങ്ങൾക്ക് കൊണ്ടുകൊടുക്ക്. ആയിഷ ഉമ്മ കൊണ്ടുപോയി കൊടുത്തടോ. ആ നബിതങ്ങളാണ് റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച ലോകത്തോട് വിട പറയുമ്പോ അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിച്ചു, അസ്റായിലെ ഒന്ന് പതുക്കെ പിടിക്കുവോ, എനിക്ക് വേദനിക്കുന്നു അസ്റായിൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായിൽ, ഒന്ന് പതുക്കെ പിടിക്ക അസ്റായിലെ. നബിതങ്ങൾ വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എഴുന്നേക്കും, തിരിച്ചു കിടക്കും. തന്റെ അടുത്ത് വെച്ചിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരി നബിതങ്ങൾ മുഖത്തൊഴിച്ചു. മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ അപ്പോഴാണ് പറഞ്ഞത്, ഇന്നലിൽ മൗതി ലസഖറ. വാപ്പാ, നബിതങ്ങളുടെ മരണത്തിന് പോലും ഇത്ര വേദനയുണ്ടായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഞാൻ പറയുകയാ, അല്ല നമ്മളോട് കരുണ കാണിക്കണം. ആ മരണസമയത്ത് അള്ളാഹു നമ്മളോട് കരുണ കാണിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാകണം. ഇവിടെ 300ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു, 10 ഉസ്താദന്മാര് പഠിപ്പിക്കുന്നു, ഈ പള്ളിയുണ്ട്, മദ്രസയുണ്ട്, ഒരു വരുമാനമില്ല സഹോദര. എടോ, നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ? മക്കളെ മക്കളെ എന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി കൂട്ടിവെക്കുന്നവരാ സമ്പാദ്യം മുഴുവനും. ഞാനും നിങ്ങളും കൂട്ടിവെക്കുന്ന എന്തിനാ? മക്കൾക്ക് മക്കളെ വല്ലാത്ത ഇഷ്ടമാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും ഈ മക്കൾക്കറിയോ? നീ കൂട്ടി വെച്ചിരിക്കുന്ന എന്തിനാ? നിന്റെ മോനല്ലേ, നിന്റെ മോക്കല്ലേ നിന്റെ സമ്പാദ്യം മുഴുവനും? ഉസ്താദെ കെട്ടിക്കുമ്പോ വേണം കൊടുക്കണം, നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നല്ലോ. എന്നാൽ നീ ഇന്ന് രാത്രി മരിച്ചാൽ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും ഈ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന മകൾക്ക് അറിയുമോ ഇല്ലയോ എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. വാപ്പയുടെ ഖബർ നാളെ വെള്ളിയാഴ്ചയാ. എത്ര മക്കളാ പോകുന്നത് ചെയ്യാൻ? അറിയില്ലടോ വാപ്പാടെ ഖബർ. കടം വിട്ടാറുണ്ടോ മരിച്ചുപോയ വാപ്പാടെ? ഉമ്മ മരിച്ചു, ഉമ്മാടെ സ്വർണം ഊരിയെടുക്കും. എന്നാ ഏതെങ്കിലും ഒരുത്തി പറയോ ഉമ്മാടെ പേരിൽ പള്ളിക്ക് കൊടുക്കാറുണ്ട്? ഉമ്മാടെ സ്വർണമല്ലേ, മൊത്തം നമുക്ക് എടുക്കാം. ഈ ഇട്ടതെങ്കിലും അള്ളാടെ പള്ളിക്ക് കൊടുക്കാം, ഉമ്മയ്ക്കൊരു പ്രതിഫലം കിട്ടട്ടെ എന്ന് കൊടുക്കുന്ന മക്കൾ എത്ര പേരുണ്ട്? എനിക്ക് വേണം എന്ന് തല്ലാടോ നമ്മൾ? അതുകൊണ്ട് എൻ്റെ പൊന്നാര സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക്. ഇത് ജാരിയായ സദക്കയാ. അൽഹംദുലില്ലാ, അള്ളാഹിക്കാ കൊടുക്കുന്നത്, തങ്ങൾക്കല്ല. അള്ളാടേതായത് ഈ ആഡിറ്റോറിയം ആണെങ്കിൽ ഇത് അള്ളാന്റെ ഭൂമിയാ. ഇത് നിങ്ങൾ അള്ളാഹുവിനാ കൊടുക്കുന്നത്. അള്ള പറയുകയാ, നിനക്ക് സ്വർഗം
സ്വർഗമല്ലേ വേണ്ടത്, ഞാൻ തരാം, എനിക്കിതാ വാപ്പ. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിനക്ക് ഞാൻ സ്വർഗം തരാം വാപ്പ. അല്ലാഹ് പറയുന്നു, ഞാൻ തരാം നിനക്ക് സ്വർഗം. നീ എന്തിനാ പേടിക്കുന്നേ? മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെ നീ കടന്നു പിടയുമ്പോ മലക്കുകൾ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും. വഅബ്ശിറൂ ബിൽ ജന്ന, ഇതാണ് സ്വർഗം, കണ്ടിട്ട് മരിക്കുക. നീ കൊടുത്തില്ലേ? നീ എനിക്ക് തന്നില്ലേ? അള്ളാന്റെ ദീനിന് കൊടുത്തില്ലേ? പള്ളിക്ക് കൊടുത്തില്ലേ? മദ്രസയ്ക്ക് കൊടുത്തില്ലേ? ആ കൊടുത്തതിനുള്ള പ്രതിഫലമാ ഇത്, കണ്ടിട്ട് മരിക്കുക എന്ന് പറഞ്ഞു മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും അള്ളാഹുവിന്റെ സ്വർഗം. പെങ്ങളെ, സ്വർണമിടാത്ത ഒരെണ്ണം പോലുമില്ല, സ്വർണമിടാത്ത ഒരാള് പോലുമില്ല. നിനക്ക് പറ്റുമോ? സ്വർഗം അള്ളാഹു തരും. കഴിയുമെങ്കിൽ അള്ളാഹുവിന് നിന്റെ ശരീരത്ത് കിടക്കുന്ന ദൂരി കൊടുക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ എനിക്കതിന്റെ ആവശ്യമില്ല. അള്ളാഹ് എന്നോട് പറഞ്ഞു, ചോദിക്കടാ സിറാജെ, മനസ്സ് കൊടുക്കുന്നത് ഞാനല്ലേ, നീയല്ലല്ലോ. നിന്നോട് ചോദിക്കാനല്ലേ പറഞ്ഞത്? മനസ്സ് കൊടുക്കുന്നവൻ അള്ളയല്ലേ? അതുകൊണ്ട് ഞാൻ അള്ളാഹു പറഞ്ഞ കാര്യം നിങ്ങളോട് ചോദിക്കുന്നു. തന്നാലും തന്നില്ലെങ്കിലും എനിക്ക് പ്രതിഫലമുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ നിങ്ങളെ വേണ്ട? എന്താ വേണ്ട? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഘാടകർ സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോകണം. അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആരാ ഇൻഷാ അല്ലാഹ് ഉസ്താദെ അള്ളാഹുവിന്റെ തൃപ്തി മതി, പടച്ചവനെ എനിക്കൊരു നന്മ ചെയ്തിട്ട് മരിക്കണം, നല്ല മനസ്സോടെ എഴുന്നേറ്റ് അൽഹംദുലില്ലാ ഒരു സദക്ക ഞാൻ പറയാം. ആരാ? ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഒരു 50 സ്ക്വയർ ഫീറ്റ് എത്ര രൂപ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു 50 സ്ക്വയർ ഫീറ്റിന് 1,00,000 രൂപ, 25,000 സ്ക്വയർ ഫീറ്റിന് 50,000 രൂപ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ തരാം. ആരാ? ഒരാൾ എഴുന്നേറ്റിട്ട് ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് കഴിയുന്ന തരാം. ആരാ? ആരെങ്കിലും ഉണ്ടോ? എന്താപ്പാ? അൽഹംദുലില്ലാ. 25 സ്ക്വയർ ഫീറ്റ് ആ സഹോദരൻ ഒരു 50,000 രൂപ. കുലു തക്ബീർ. റഹ്മറഹീമായ പടച്ചവനെ, ദയാലുവായ അല്ലാഹ്, ആരാണെന്ന് എനിക്കറിയില്ല പടച്ചവനെ. മനസ്സു കൊടുത്തത് നീയാണ് തമ്പുരാനെ, തെരഞ്ഞെടുത്തത് നീയാണ് തമ്പുരാനെ. പടച്ചവനെ, ലക്ഷങ്ങൾ കൊടുക്കാൻ ആസ്തിയുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ട് റബ്ബേ. മനസ്സു കൊടുക്കുന്നത് നീയാ അല്ലാഹ്. ആ സഹോദരന്റെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തിലെ മരണപ്പെട്ടവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാഹ്. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്. ആ പൊന്നുമോന്റെ ജീവിതത്തിൽ നീ ഖൈറ് നൽകണേ അല്ലാഹ്. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, രണ്ടാമതൊരു സഹോദരൻ 25,000 രൂപ പറഞ്ഞിരിക്കുന്നു റബ്ബേ. അൽഹംദുലില്ലാ. പടച്ചവനെ, 25,000 രൂപ പറഞ്ഞിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ആ മനുഷ്യന്റെ കുടുംബത്തിൽ മരിച്ചവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാനെ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാ. ഒരാൾ ഒരു 50,000 രൂപ, ഒരു സഹോദരൻ 25,000 രൂപ. ഇനി ആരെങ്കിലും ഉണ്ടോ നല്ല മനസ്സോടെ? അൽഹംദുലില്ലാ. പറഞ്ഞു, എന്നോട് പറഞ്ഞു.
അൽഹംദുലില്ലാഹ് 50,000 രൂപ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. റഹീമായ റബ്ബേ, മജ്ലിസ് നൂർ പാരായണം ചെയ്ത മജ്ലിസാ റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ്. ആ ഉയർത്തിയ കൈ മരിക്കുമ്പോൾ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ജീവിത മാർഗത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. ശരീരത്തിൽ സ്വർണമിടാത്ത ഒരു പെണ്ണു പോലുമില്ല റബ്ബേ. എത്ര പവൻ സ്വർണമുണ്ടെന്ന് അവർക്ക് പോലും അറിയില്ല. അവരുടെ ഇടയിലാണ് നാഥാ. മനസ്സു നൽകണേ അല്ലാഹ്. ഇതാണ് യഥാർത്ഥ സമ്പാദ്യമെന്നുള്ള ബോധം അവർക്ക് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചവനെ, ഒരുപാട് സ്വർണ്ണമുള്ള പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ അല്ലാഹുവേ ഈ പായി കിടക്കുന്ന പരിപാടിയിടയിലൂടെ അല്ലാഹുവേ ഇതിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സഹോദരിയാണ്. കോടീശ്വരന്മാരുടെ ഭാര്യമാർ അനങ്ങാതെ ഇരുന്നപ്പോ തന്റെ കയ്യിൽ കിടന്ന ഒരു സ്വർണ്ണവള. അല്ലാഹുവേ ഉസ്താദേ, സ്വർഗമാണ് എനിക്ക് വേണ്ടത്. എത്ര കോടികൾ കൊടുത്താലും കിട്ടാത്ത സ്വർഗത്തിന് വേണ്ടി തന്റെ കയ്യിൽ കിടന്ന ഒരു സ്വർണ്ണവള ഊരി തന്നിരിക്കുന്നു തമ്പുരാന്. ഇത് കിടന്ന ശരീരത്തെ അറുത്തു മുറിക്കല്ലേ അല്ലാ. കൈകാലുകൾ മുറിച്ച് മാറ്റല്ലേ അല്ലാ. മരണവേദന കുറച്ചു കൊടുക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. ആ പെണ്ണ് മരിച്ചു കിടക്കുമ്പോ കാണാ പോയിട്ട് വരുന്ന പെണ്ണുങ്ങള് മരിച്ചാൽ ഇതുപോലെ മരിക്കണമെന്ന് പറയുന്ന ഒരു മരണം കൊടുക്കണേ അല്ലാ. ഈ സ്വർണത്തിന് പകരം നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഇനി ആരാപ്പ? അൽഹംദുലില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉസ്താദേ, പ്രിയപ്പെട്ട ഉമ്മ, മരണപ്പെട്ടു പോയ മാതാവിന്റെ ചെവിയിൽ കിടന്ന ഒരു ജോഡി കമ്മല്. ഉസ്താദേ, എന്റെ ഉമ്മയുടെ ഖബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കട്ടെ. ഉമ്മയുടെ ചെവിയിൽ കിടന്ന കമ്മല് അല്ലാഹുവേ മദ്രസയുടെ വരുമാനത്തിന് വേണ്ടി തരുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞ ഈ ദിക്റിന്റെ പ്രതിഫലം ആ ഉമ്മാന്റെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഉമ്മയുടെ ഖബറിൽ ഇന്ന് പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. എന്റെ പൊന്നുമക്കൾ എന്നെ മറന്നില്ലല്ലോ. ആ ഉമ്മ ഖബറിനകത്ത് കിടന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി ദുആ ചെയ്യണേ അല്ലാഹ്. ഉമ്മയുടെ കാൽച്ചുവട്ടിൽ കിടന്ന സ്വർഗം അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, 2 സെന്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത്. ആ 2 സെന്റ് സ്ഥലം വിറ്റിട്ട് അതിന് കിട്ടുന്ന പൈസ പടച്ചവനെ തന്റെ പെറ്റുമ്മയ്ക്ക് വേണ്ടി ആ കമ്മലും അതുപോലെ തന്നെ 2 സെന്റ് സ്ഥലത്തിന്റെ പൈസയും ഈ ബിൽഡിംഗ് പണി തീരുന്നതിന് മുമ്പ് ഉമ്മായ്ക്ക് വേണ്ടി കൊടുക്കാൻ ഇൽമ പഠിച്ച ആലിമാ അല്ലാഹ്. കൊടുത്താ കിട്ടുന്ന പ്രതിഫലം അറിയുന്ന പൊന്നുമോനാ അല്ലാഹ്. അൽഉലമാഉ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാഹ്. ഉമ്മയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാഹ്. ഉമ്മയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഇതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, സദഖ കൊടുക്കുന്ന നല്ല മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
അല്ലാഹുവേ ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി ഒരു സ്വർണ്ണമോതിരം സല്ലല്ലാഹു അലാ മുഹമ്മദ് അർഹമുർ റഹീമായ റബ്ബേ പാവപ്പെട്ടവളാണ് റബ്ബേ ഫാത്തിമ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ തന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ പടച്ചവനെ തന്റെ ഭാര്യയുടെ രോഗം മാറാൻ AP അലിമോൻ ഹാജി അല്ലാഹുവേ 50,000 രൂപ കൂലൂ തക്ബീർ അർഹമുർ റഹീമായ അല്ലാ ഷാഫിയായ അല്ലാ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എന്ത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ ആഫിയത്ത് നൽകണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ഹജ്ജ് ചെയ്ത ഹാജിയാ അല്ലാ ഒരു ഹാജിയുടെ പദവി കൊടുക്കണേ അല്ലാ പടച്ചവനെ ഭാര്യയാനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഭർത്താവാട് അവരെ സ്വർഗത്തിലും ജോഡികളാക്കണേ അല്ലാ കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട വാപ്പ രോഗിയായി കിടപ്പിലാണ് തമ്പുരാനെ തന്റെ ഉപ്പാന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു പൊന്നുമോൻ 1,00,000 രൂപ കൂലൂ തക്ബീർ അല്ലാഹുവേ ജന്മം കൊടുത്ത പിതാവ് രോഗിയായി കിടക്കുകയാണ് റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ നീ ശിഫ നൽകണേ അല്ലാ വേദന കുറച്ചു കൊടുക്കണേ അല്ലാ നീ കരുണ കാണിക്കണേ അല്ലാ വാപ്പ സ്വർഗത്തിന്റെ വാതിലാ അല്ലാ വാപ്പ സ്വർഗത്തിന്റെ മധ്യവാതിലാ അല്ലാ ആ ഉപ്പയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ ആ ഉപ്പാന് ഖിദ്മത്ത് ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും നീ കൊടുക്കല്ല അല്ലാ ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ലൈവിലൂടെ PP മുഹമ്മദ് അലി കുവൈറ്റിൽ നിന്നുകൊണ്ട് പടച്ചവനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് തങ്ങളെ ഇതുപോലെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചോദിച്ചാ എങ്ങനെയാണ് തരാതിരിക്കുന്നത് പടച്ചവനെ മുഹമ്മദ് അലി എന്ന് പറയുന്ന സഹോദരൻ 50,000 രൂപ കൂലൂ തക്ബീർ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ പ്രവാസിയാണ് റബ്ബേ കൈവിടല്ലേ അല്ലാ ജോലിയിൽ സ്ഥിരത കൊടുക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ പടച്ചവനെ മരണപ്പെട്ട പിതാവിന് വേണ്ടി ഹൈദർ ഫൈസി ഉസ്താദ് റബ്ബേ 25,000 രൂപ കൂലൂ തക്ബീർ അല്ലുലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ ഉപ്പയുടെ കാലിന്റെ ഭാഗത്ത് സ്വർഗ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ ആ മണ്ണറ മണിയറയാക്കണേ അല്ലാ ഒരു ആലിമിന്റെ ഉപ്പയ്ക്ക് കിട്ടുന്ന പദവി കൊടുക്കണേ അല്ലാ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ അല്ലുലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ അൽഹംദുലില്ലാഹ് പടച്ചവനെ തങ്ങളുടെ വകയായി തന്റെ പ്രിയപ്പെട്ട പിതാവിന് നെഞ്ചിലേറ്റിയ പൊന്നുമോനാണ് ഉപ്പാന് ഖിദ്മത്ത് ചെയ്ത പൊന്നുമോനാണ് പടച്ചവനെ ഉപ്പയുടെ പേരിൽ ദുആ ചെയ്യാൻ തങ്ങൾ 50,000 രൂപ കൂലൂ തക്ബീർ സ്വീകരിക്കണേ അല്ലാ തങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ സ്വർഗ്ഗത്തിന്റെ കവാടം
കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ചവനെ തങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. തന്റെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. മുഖത്ത് കണ്ട സന്തോഷം മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തണേ അല്ലാ. പടച്ചവനെ നൗഷാദ് ബീബി കുവൈറ്റിൽ നിന്നുകൊണ്ട് പടച്ചവനെ സൈദൂട്ടി അല്ലാഹുവേ സൈദൂട്ടി ഹാജിയുടെ മകൻ നൗഷാദ് കുവൈറ്റിലാണ് റബ്ബേ. 50,000 രൂപ ഖുലൂ തക്ബീർ സ്വീകരിക്കണേ അല്ലാ. നൗഷാദിന് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. തന്റെ പൊന്നുപോലുള്ള രോഗം മാറണം പടച്ചവനെ. 25,000 രൂപ ഒരു സഹോദരി അല്ലാ. എന്ത് രോഗമാണെങ്കിലും ശിഫ നൽകണേ അല്ലാ. സദക്ക കൊടുത്ത് ചികിത്സിക്കുന്ന ചില അടിമകൾ നിനക്കുണ്ടല്ലോ അല്ലാ. എന്ത് രോഗമാണെങ്കിലും ശിഫ കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ. പടച്ചറപ്പേ അല്ലാഹുവേ ഒരു സഹോദരി കിടപ്പിലായ ഉപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ 25,000 രൂപ സ്വീകരിക്കണേ നാഥാ. രോഗത്തിന് ശിഫ നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഉപ്പാനെ സ്നേഹിക്കുന്ന മകളാ അല്ലാ. ഉപ്പയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളെ കൊടുക്കണേ അല്ലാ. മരിച്ചുപോയ ഉപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ 25,000 രൂപ സ്വീകരിക്കു റബ്ബേ. ഖബറടം വിശാലമാക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. പൊരുത്തം കൊടുക്കണേ അല്ലാ. സ്വർഗ്ഗത്തിലും അവരെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പടച്ചവനെ മാണൂർ ഫൈസൽ കുവൈറ്റിലെ ജോലിയാണ് റബ്ബേ. മരണപ്പെട്ടു പോയ ഉപ്പാനെ ഓർമ്മ വന്നു ഉസ്താദേ. 1,00,000 രൂപ ഉപ്പയ്ക്ക് വേണ്ടി സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. ഖബർ വിശാലമാക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. മണ്ണറ മണിയറയാക്കണേ അല്ലാ. പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണേ അല്ലാ. ഫൈസലിന് വേണ്ടി പടച്ചവനെ ദുആ ചെയ്യണേ അല്ലാ. സാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഹലാലായ ഉദ്ദേശങ്ങൾ മാറാൻ പടച്ചവനെ സിയമ സയ്യിദൽ ബിഹാജി 50,000 രൂപ ഖുലൂ തക്ബീർ സ്വീകരിക്കണേ അല്ലാ. മരിച്ചവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞാനിവിടെ ഒരു വീട്ടിൽ പോയി 3 മക്കളും മരണപ്പെട്ടു പോയൊരു വീട്. ആ 3 മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അൽഹംദുലില്ലാ 3 പവൻ സ്വർണം ഖുലൂ തക്ബീർ. ഇതിന്റെ പേരെന്താ? ബാബാക്ക, ഷാക്കിർ, ജുമൈന, ജുമാന, ജാസി 3 മക്കൾ. അല്ലാഹുവേ അല്ലാഹു ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷം കൊടുക്കുമെന്ന് ഹദീസുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ വീട്ടിൽ പോയപ്പോ അവര് കരഞ്ഞു. ഉണ്ടായിരുന്ന 3 മക്കളും പോയി. ഇനി ഞങ്ങൾ ഈ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കും? അല്ലാഹു തന്ന 3 മക്കൾ ഒറ്റയടിക്ക് പോയപ്പോ അന്ന് ആ കുടുംബത്തിൽ അവര് പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും ഉസ്താദ്, ഞങ്ങളെ മക്കളില്ലാത്ത വീട്ടിൽ. നബിതങ്ങൾ പറഞ്ഞ ഹദീസ് എത്രയോ സത്യമാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ഇന്ന് അള്ളാഹു അവർക്കൊരു കുട്ടിയെ കൊടുത്തു. എന്റെ നിങ്ങൾ പഠിക്കേണ്ടതാ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞു. അള്ളാഹു 3 മക്കളെയും ഒറ്റയടിക്കെടുത്തു. എന്നിട്ട് ഇന്ന് അള്ളാഹു അവർക്ക് ഫാത്തിമ എന്നൊരു മോള, ഒരു പെൺകുട്ടി അള്ളാഹു കൊടുത്ത് അനുഗ്രഹിച്ചു. അവരുടെ മാതാപിതാക്കളും ഖബറിലാണ്. ആ മക്കൾക്കും ആ മാതാപിതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ 3 പവൻ സ്വർണം ഖുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവരെ
അല്ലാഹു തന്ന 3 മക്കളും ഒറ്റയടിക്ക് മരണപ്പെട്ടു റബ്ബേ. ഏതെങ്കിലും ഒരു മാതാപിതാക്കളുടെ പ്രായപൂർത്തിയാകാത്ത 3 മക്കൾ മരണപ്പെട്ട അവർക്ക് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട് റബ്ബേ. ഷഹീദാണ് റബ്ബേ. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാണ്. ശുഹദാക്കളുടെ കൂലി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ അവരൊരുപാട് വേദന സഹിച്ചവരാണ്, കണ്ണുനീര് കുടിച്ചവരാ. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. നീ സമ്മാനമായി കൊടുത്ത പൊന്നുമോള് കണ്ണിന് കുളിർമയുള്ള മകളാക്കണേ അല്ലാ. നല്ല ഭാവിയും നല്ല ജീവിതവും കൊടുക്കണേ അല്ലാ. ഒരു സഹോദരന് ഭാര്യയുടെ അസുഖം മാറാറ് 50,000 രൂപ നീ സ്വീകരിക്കണേ തമ്പുരാന്. ശിഫ നൽകണേ തമ്പുരാന്. ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ പടച്ചവന്. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാന്. അല്ലാഹുവേ സയ്യിദൽ ബിഹാജി 25,000 രൂപ പ്രത്യേകമായി ദുആ ചെയ്യാൻ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. പടച്ചവനെ മോള് രോഗിയാണ്. പടച്ചവനെ അപസ്മാര രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യാ. 25,000 രൂപ ശിഫ നൽകണേ അല്ലാ. സാഫിയായ റബ്ബേ, വരാനിരിക്കുന്ന റമളാൻ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ സ്വർഗം കൊടുക്കണേ അല്ലാ. ഒരു സഹോദരൻ പേര് പറഞ്ഞിട്ടില്ല. 25,000 രൂപ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. കരുണ കാണിക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ സുലൈമാൻ ഹാജി 50,000 രൂപ കൂലൂ തക്ബീർ സ്വീകരിക്കണേ അല്ലാ. മാതാപിതാക്കളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന പൊന്നമോന റബ്ബേ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ അവരുടെ പൊരുത്തം കൊടുക്കണേ റബ്ബേ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം കൊടുക്കണേ അല്ലാ. സുലൈമാൻ ഹാജിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. ഒരു സഹോദരി 25,000 രൂപ സ്വീകരിക്കും റബ്ബേ. കൈവിടല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാൻ ഇന്ന് വീട്ടിൽ പോയിരുന്നു, ജാബറിന്റെ വീട്ടിൽ പോയി. വാപ്പ കണ്ടു. അൽഹംദുലില്ലാഹ് 25,000 രൂപ കുലൂ തക്ബീർ. അല്ലാഹുവേ പടച്ചവനെ ഹാഫിളാണ്. പടച്ചവനെ വാപ്പയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന പൊന്നുമോനാണ്. ആലിമീങ്ങളെ ഇഷ്ടപ്പെടുന്ന കുടുംബമാണ്. അല്ലാഹുവേ നാഫിയായ ഇൽമ നൽകണേ അല്ലാ. പടച്ചവനെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇന്നും ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോയപ്പോ ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ കൂടപ്പറപ്പ് ആ പൊന്നുമോൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. നല്ല ഭാവി കൊടുക്കണേ അല്ലാ. കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. ഹാഫിളാട് ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. മുത്തുഫൈസി ഒമാന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 50,000 രൂപ സ്വീകരിക്കണേ അല്ലാ. ഉപ്പയുടെ ഖബർ വിശാലമാക്കണേ റബ്ബേ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാനെ. കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ഇബ്രാഹിം ബാദുഷാ
തറവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാദുഷാ ഉപ്പാട ബറക്കത്ത് കൊണ്ട് പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. 50,000 രൂപ സദഖ ചെയ്യുന്നു റബ്ബേ. കുടുംബത്തിൽ മരിച്ചവർക്ക് മഗ്ഫിറത്ത് നൽകണേ തമ്പുരാന്. അല്ലാഹുവേ ജീവിത മാർഗത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഫായിസ് മരിച്ചു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 25,000 രൂപ സ്വീകരിക്കണേ റബ്ബേ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കണേ അല്ലാ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. പാലത്തിങ്കൽ മുത്തു എന്ന് പറയുന്ന സഹോദരൻ തന്റെ മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 50,000 രൂപ സ്വീകരിക്കണേ അല്ലാ. ഉപ്പയുടെ ഖബർ സ്വർഗ്ഗഭൂകാവനമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബസമേതം സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാ. KP ബഷീർ ഗൾഫിൽ നിന്ന് കൊണ്ട് 30,000 രൂപ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് റബ്ബേ സ്വീകരിക്കണേ നാദാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. നജീബ് എന്ന് പറയുന്ന സഹോദരൻ തന്റെ ഹലാലായ മുറാദ് ഹാസിലാകാൻ 50,000 രൂപ ഖുലൂ തക്ബീർ. കരുണക്കടലായ അല്ലാ, നജീബിന്റെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹം നിനക്കറിയാ. വെറും കയ്യോടെ മടക്കല്ല റബ്ബേ, സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ.